സഹായം വരുന്നു, പ്രതിഷേധം തുടരുക. ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഈ ഒറ്റ സന്ദേശം ലോകത്തെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ട്രംപിന് മറുപടിയുമായി വ്ളാദിമിർ പുതിന്റെ റഷ്യ രംഗത്തെത്തി കഴിഞ്ഞു. ഇറാൻ വെനസ്വേലയല്ല, ഇവിടെ കളിച്ചാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കും എന്ന് റഷ്യ പ്രതികരിച്ചു കഴിഞ്ഞു. ലോകം ഉറ്റുനോക്കുന്ന ആ വലിയ പോരാട്ടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇറാനിൽ ആഴ്ചകളായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 2000-ഓളം പേരാണ്. ഈ അശാന്തിക്കിടയിലേക്കാണ് എണ്ണയിൽ തീ കോരിയിട്ടുകൊണ്ട് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തുന്നത്. ഇറാനിയൻ ദേശസ്നേഹികളെ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കൂ, സഹായം ഇതാ എത്തിക്കഴിഞ്ഞു എന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പരസ്യമായിട്ടുള്ള ആഹ്വാനമായാണ് കാണുന്നത്. എന്നാൽ റഷ്യ ഇതിനോട് പ്രതികരിച്ചത് വളരെ ഗൗരവകരമായിട്ടാണ്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് വിനാശകരമാണ് എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2025 ജൂണിൽ ഇറാനെതിരെ നടന്ന ആക്രമണങ്ങൾ ആവർത്തിക്കാൻ പ്രതിഷേധങ്ങളെ മറയാക്കരുത് എന്നാണ് റഷ്യയുടെ നിലപാട്. റഷ്യയുടെ ഈ കർശനമായ നിലപാടിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഇറാന്റെ തകർച്ച മിഡിൽ ഈസ്റ്റിലെ സമാധാനം മാത്രമല്ല, ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് അവർക്കറിയാം. മറുഭാഗത്ത് ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ കൂടുതൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്ക ആക്രമിക്കാൻ തുനിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ US സൈനിക താവളങ്ങളും ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വെറും വാക്കല്ല, കാരണം ഇറാന്റെ മിസൈൽ ശേഷി കഴിഞ്ഞ യുദ്ധത്തെക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇത്രമാത്രം പുകയുന്നത്? 2020 മാസ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ്. ഇന്ന് ഇറാനിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്. 40% മുകളിലുള്ള പണപ്പെരുപ്പവും റിയാലിന്റെ തകർച്ചയും സാധാരണക്കാരെ തെരുവിലിറക്കി. അരിയുടെയും മാംസത്തിന്റെയും വില കുതിച്ചുയർന്നു. തുടക്കത്തിൽ സാമ്പത്തിക വിഷയങ്ങൾക്കായിരുന്ന പ്രതിഷേധം ഇപ്പോൾ ഭരണകൂട മാറ്റത്തിനുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പുറമെ ഒരു വ്യാപാര യുദ്ധം കൂടി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും അമേരിക്കയ്ക്ക് 25% അധിക തീരുവ നൽകേണ്ടി വരും. ഇറാന്റെ ഏറ്റവും വലിയ പങ്കാളിയായിട്ടുള്ള ചൈനയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കം കൂടിയാണിത്. ചൈന ഇതിനോടകം തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കാൻ കൂടിയാണ് ട്രംപിന്റെ പദ്ധതി. അമേരിക്കയുടെ സൈനിക ഭീഷണിയും റഷ്യയുടെ ശക്തമായിട്ടുള്ള പ്രതിരോധവും ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങളും ഇറാനെ ഒരു ആഗോള യുദ്ധക്കളമാക്കി മാറ്റുകയാണ്. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ വിസ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കുമോ, അതോ നയതന്ത്ര ചർച്ചകൾ വിജയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.